നോർത്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളിൽ 10ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് നായകനായ ഗുരുവായൂർ അമ്പലനടയിൽ. 2024 റിലീസായ ഈ ചിത്രം നോർത്ത് അമേരിക്കയിൽ നിന്ന് നേടിയത് $5,45,000 വിപിൻ ദാസ് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ഈ ചിത്രം പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിജയമാണ്. ആഗോള ബോക്സ് ഓഫീസിൽ 90 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ഈ ചിത്രത്തിൽ പൃഥ്വിരാജിനൊപ്പം ബേസിൽ ജോസഫും നായക കഥാപാത്രമായി എത്തിയിരുന്നു. കളക്ഷനിൽ 9ാം സ്ഥാനത്തുള്ളത് വർഷങ്ങൾക്ക് ശേഷം 2024 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇത്. വിനീത് ശ്രീനിവാസനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിൽ വലിയ താരനിരയുണ്ടായിരുന്നു. നിവിൻ പോളിയുടെ അതിഥി വേഷവും സിനിമയിൽ ശ്രദ്ധ നേടിയിരുന്നു. ഏതാണ്ട് $6 ലക്ഷം നോർത്ത് അമേരിക്കയിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം നേടിയത്. പ്രേക്ഷകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണം നേടിയ ഈ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ തുണയായത് പ്രണവ് മോഹൻലാലിന്റെയും വിനീത് ശ്രീനിവാസന്റെയും നിവിൻ പോളിയുടെയും ജനപ്രീതിയാണ്. വേൾഡ് വൈഡ് കളക്ഷനിൽ ഏതാണ്ട് 85 കോടിയോളം രൂപയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം നേടിയത്. പ്രണവിന്റെയും വിനീതിന്റെയും കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. ആവേശത്തിനൊപ്പം തിയേറ്ററിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം ആവേശത്തിന്റെ വലിയ തരംഗത്തിനിടയിലും തിയേറ്ററിൽ പിടിച്ചു നിന്നു എന്ന് പറയാം. കേരള ബോക്സ് ഓഫീസിലും ഓവർസീസ് മാർക്കറ്റിലുമൊക്കെ 2024 വിഷുക്കാലത്ത് നല്ല പെർഫോമൻസ് നടത്തിയ ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. ക്ലാഷ് വിന്നറായി ആവേശം മാറിയെങ്കിലും വർഷങ്ങൾക്ക് ശേഷവും സൂപ്പർ ഹിറ്റ് ടാഗ് നേടിയെടുത്തു. 8ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ ലൂസിഫർ ആണ്. 2019 റിലീസായ ലൂസിഫർ ആയിരുന്നു നോർത്ത് അമേരിക്കയിൽ ആദ്യമായി $5 ലക്ഷം നേടിയ മലയാള സിനിമ. ലൂസിഫർ ആണ് യഥാർത്ഥത്തിൽ മലയാള സിനിമയ്ക്ക് നോർത്ത് അമേരിക്കയിൽ വലിയൊരു മാർക്കറ്റ് ഓപ്പൺ ആക്കിയത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായ ലൂസിഫർ ഏതാണ്ട് $6,99,000 കളക്ട് ചെയ്തു. ലൂസിഫറിന്റെ ഈ ഒരു റെക്കോർഡ് നേട്ടം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീടൊരു മലയാള ചിത്രം മറികടക്കുന്നത്. ഓവർസീസ് മാർക്കറ്റിൽ ഒന്നാകെ ലൂസിഫർ വലിയ രീതിയിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു. ലൂസിഫറിന്റെ 2ാം ഭാഗമായി എത്തിയ എമ്പുരാനും ഈ ചരിത്രം ആവർത്തിച്ചിരുന്നു. മോഹൻലാലിന്റെ വലിയ രീതിയിലുള്ള താരമൂല്യമാണ് ഓവർസീസ് മാർക്കറ്റിൽ ലൂസിഫറിന് തുണയായത്. ആഗോള ബോക്സ് ഓഫീസിൽ 128 കോടിയോളം രൂപയായിരുന്നു ലൂസിഫർ 2019 നേടിയത്. മലയാളത്തിന്റെയും മോഹൻലാലിന്റെയും രണ്ടാമത്തെ 100 കോടി ചിത്രമായിരുന്നു ലൂസിഫർ. മോഹൻലാലിനൊപ്പം പൃഥ്വിരാജും മഞ്ജു വാര്യരും വിവേക് ഒബ്രോയും അടക്കമുള്ള വലിയ താരനിരയായിരുന്നു ലൂസിഫറിന് ഉണ്ടായിരുന്നത്. കളക്ഷനിൽ 7ാം സ്ഥാനത്തുള്ളത് നെസ്ലൻ നമിത ജോഡികളുടെ പ്രേമലു. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത ഈ ചിത്രം യുവാക്കൾക്കിടയിൽ വലിയ തരംഗമായിരുന്നു. ആഗോള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് 138 കോടിയോളം രൂപയായിരുന്നു പ്രേമലു കളക്ട് ചെയ്തത്. നോർത്ത് അമേരിക്കൻ മാർക്കറ്റിലും പ്രേമലു വലിയ രീതിയിലുള്ള തരംഗം സൃഷ്ടിച്ചിരുന്നു. ഏതാണ്ട് $8,66,000 പ്രേമലു നോർത്ത് അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്തത്. കേരള ബോക്സ് ഓഫീസിലും ഏതാണ്ട് 65 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത പ്രേമലു റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും വലിയ രീതിയിൽ തരംഗമായിരുന്നു. പ്രത്യേകിച്ചും തെലുങ്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള കളക്ഷനാണ് പ്രേമലു നേടിയെടുത്തത്. നെസ്ലന്റെ കരിയറിലെ നിർണായക ചിത്രമായി പ്രേമലു മാറിയിരുന്നു. പ്രേമലുവിന്റെ 2ാം ഭാഗം വരുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പിന്നീട് ചിത്രത്തെക്കുറിച്ച് അറിവൊന്നും ഉണ്ടായില്ല. നോർത്ത് അമേരിക്കൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളിൽ 6ാം സ്ഥാനത്തുള്ളത് ഫഹദ് ഫാസിലിന്റെ ആവേശമാണ്. 2024 ഏപ്രിലിൽ തിയേറ്ററിലെത്തിയ ആവേശം നോർത്ത് അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് $9,80,000 കളക്ട് ചെയ്തു. ഫഹദ് ഫാസിലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ആവേശം. ജീത്തു മാധവനായിരുന്നു ഈ ചിത്രം അണിയിച്ചൊരുക്കിയത്. ആവേശത്തിന് ശേഷം ജീത്തു മാധവന്റെ മറ്റൊരു ചിത്രം തിയേറ്ററിൽ എത്തിയിട്ടില്ല. ഫഹദ് ഫാസിലിന്റെ കരിയറിൽ വളരെ പ്രകടമായ രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്ന ചിത്രമായിരുന്നു ആവേശം. അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്ത ചിത്രം കൂടിയായിരുന്നു ആവേശം. ആവേശത്തിലെ കഥാപാത്രം ഇന്ത്യയിലൊട്ടാകെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു. അതുപോലെ ഈ ചിത്രത്തിലെ ഗാനങ്ങളും. ആഗോള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് 150 കോടിക്ക് മുകളിലാണ് ആവേശം കളക്ട് ചെയ്തത്. കേരള ബോക്സ് ഓഫീസിലും 70 കോടിക്ക് മുകളിൽ ആവേശം കളക്ട് ചെയ്തു. വലിയ രീതിയിൽ ട്രെൻഡ് സെറ്ററായ ചിത്രമായിരുന്നു ആവേശം. 5ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജിന്റെ ആടുജീവിതമാണ്. ബ്ലെസി സംവിധാനം ചെയ്ത ഈ ഒരു ക്ലാസിക് ചിത്രം നോർത്ത് അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് $1 മില്യൺ മുകളിൽ നേടിയിരുന്നു. പൃഥ്വിരാജിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു ആടുജീവിതം. ഈ ചിത്രത്തിലെ മനോഹര പ്രകടനത്തിന് പൃഥ്വിരാജിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു. കേരള ബോക്സ് ഓഫീസിലും ഓവർസീസ് ബോക്സ് ഓഫീസിലും വലിയ രീതിയിലുള്ള കളക്ഷനാണ് ആടുജീവിതം നേടിയെടുത്തത്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഇറങ്ങിയ ഈ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഇനീഷ്യൽ കളക്ഷനും ഫൈനൽ കളക്ഷനും ലഭിച്ചിരുന്നു. പൃഥ്വിരാജിന്റെ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. GCC മാർക്കറ്റിൽ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഓവർസീസിൽ വലിയ കളക്ഷൻ നേടാതെ പോയത്.
പൃഥ്വിരാജിനൊപ്പം അമല പോൾ പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രമായിരുന്നു ബ്ലസ്സിയുടെ ആടുജീവിതം. ബ്ലസ്സിയുടെ കരിയറിലെ നിർണായകമായ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ആടുജീവിതം. 4-ാം സ്ഥാനത്തുള്ളത് മറ്റൊരു മോഹൻലാൽ ചിത്രമാണ്. 2025 പുറത്തിറങ്ങിയ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും. രജപുത്ര രഞ്ജിത്ത് ആയിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. സുനിലും തരുൺ മൂർത്തിയുമായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചത്. നോർത്ത് അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് $1.59 മില്യൺ തുടരും നേടിയത്. മോഹൻലാലിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഓവർസീസ് മാർക്കറ്റിൽ ഒന്നാണ് നോർത്ത് അമേരിക്കൻ മാർക്കറ്റ്. അദ്ദേഹത്തിന്റെ ലൂസിഫറിന് ശേഷം മറ്റൊരു ചിത്രം ഇത്രയും കളക്ഷൻ നേടി എന്നുള്ളത് ആ ഒരു പൊട്ടൻഷ്യലിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് പവറിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മോഹൻലാലിനൊപ്പം കുറച്ച് കാലത്തിന് ശേഷം ശോഭന നായികയായി എത്തിയ ചിത്രമായിരുന്നു തുടരും. കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഈ ചിത്രം ആദ്യമായി 100 കോടി കേരള ബോക്സ് ഓഫീസിൽ നേടിയ ചിത്രവുമായിരുന്നു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 235 കോടിയോളം രൂപയാണ് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും നേടിയത്. ഒരുപാട് നാളുകൾക്ക് ശേഷം മോഹൻലാലിന്റെ ഗംഭീര പ്രകടനം കണ്ട ചിത്രം കൂടിയായിരുന്നു തുടരും. 3-ാം സ്ഥാനത്തുള്ളത് മഞ്ഞുമൽ ബോയ്സ് ആണ്. 2024 ഫെബ്രുവരി മാസത്തിൽ റിലീസായ ഈ ചിത്രം മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിക്കുറിച്ച ചിത്രമായിരുന്നു. മലയാളത്തിൽ ആദ്യമായി ഒരു സിനിമ 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത് മഞ്ഞുമൽ ബോയ്സിലൂടെയായിരുന്നു. യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ചിദംബരം സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നായക പ്രാധാന്യമുള്ള റോളിലെത്തിയത് സൗബിനായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ 70 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ മഞ്ഞുമൽ ബോയ്സ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലാണ് ചരിത്രം നേടിയത്. ഏതാണ്ട് 96 കോടിയോളം രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് നേടിയത്. ഇന്ന് വരെ മറ്റൊരു ചിത്രത്തിനും ഈ ഒരു കളക്ഷൻ റെക്കോർഡ് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 241 കോടിയോളം രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് വാരിക്കൂട്ടിയത്. ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന പോലെ ഓവർസീസ് മാർക്കറ്റിലും വലിയ രീതിയിലാണ് മഞ്ഞുമൽ ബോയ്സ് തരംഗമായത്. ബോക്സ് ഓഫീസിൽ വലിയ നേട്ടങ്ങൾ നേടി എന്നതിനപ്പുറത്തേക്ക് നല്ല ക്വാളിറ്റിയുള്ള സിനിമ കൂടിയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. 2-ാം സ്ഥാനത്തുള്ളത് ലോഹയാണ്. മലയാളത്തിലെ നിലവിലെ ഇൻഡസ്ട്രി ഹിറ്റ്. ആഗോള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം. ആദ്യമായി 300 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം. ഇതെല്ലാമായി നിൽക്കുന്ന സിനിമയാണ് ലോക. നോർത്ത് അമേരിക്കൻ മാർക്കറ്റിൽ ഏതാണ്ട് $2.15 മില്യൺ നേടിയത്. കല്യാണി പ്രിയദർശനായിരുന്നു ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തിയത്. കല്യാണിയോടൊപ്പം നെസ്ലനായിരുന്നു നായകനായി എത്തിയത്. ഇവർക്കൊപ്പം തന്നെ ദുൽഖറും ടോവിനോയും അതിഥി വേഷങ്ങളിലുണ്ടായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയത് തുടരും നേടിയ റെക്കോർഡ് മറികടന്നാണ്. ഏതാണ്ട് 120 കോടി രൂപയ്ക്ക് മുകളിലാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. ഓവർസീസിലും 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രമായിരുന്നു ലോക. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഈ ചിത്രം ലോക സീരീസിലെ ആദ്യത്തെ പാർട്ടായ ചന്ദ്രയുടെ കഥയാണ് പറഞ്ഞത്. ഈ ഒരു സീരീസിൽ നിന്ന് ഇനിയും ചിത്രങ്ങൾ പുറത്തിറങ്ങാനുണ്ട്. ദുൽഖർ സൽമാൻ ആയിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. നോർത്ത് അമേരിക്കയിൽ റെക്കോർഡ് കളക്ഷൻ നേടി മുന്നിലുള്ള ചിത്രം എമ്പുരാനാണ്. എമ്പുരാൻ നോർത്ത് അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് മാത്രമായി നേടിയത് $2.70 മില്യൺ ആണ്. സമ്മിശ്ര പ്രതികരണം നേടിയ എമ്പുരാൻ പക്ഷേ ഇനീഷ്യൽ കളക്ഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത്രയും വലിയ കളക്ഷൻ നോർത്ത് അമേരിക്കൻ മാർക്കറ്റിൽ നേടിയത്. നോർത്ത് അമേരിക്കയിൽ മാത്രമായിരുന്നില്ല, ഓവർസീസ് മാർക്കറ്റിൽ ഒന്നാകെ എമ്പുരാൻ വലിയ തരംഗമായിരുന്നു. ലോകയ്ക്ക് പോലും എമ്പുരാൻ്റെ കളക്ഷൻ നേട്ടം മറികടക്കാൻ കഴിഞ്ഞിരുന്നില്ല. മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഓവർസീസ് മാർക്കറ്റിലുള്ള വലിയ ജനപ്രീതി നോർത്ത് അമേരിക്കയിലും റിഫ്ലക്റ്റ് ആയി എന്ന് പറയാം. ഒരു മോഹൻലാൽ സിനിമയ്ക്ക് ഓവർസീസ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട്. പ്രത്യേകിച്ചും GCC, UK, അതുപോലെ നോർത്ത് അമേരിക്കൻ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട്. എമ്പുരാൻ നേടിയ കളക്ഷൻ ഇനി ആരും മറികടക്കുമെന്നറിയില്ല. എങ്കിലും നിലവിലെ ബോക്സ് ഓഫീസ് റെക്കോർഡിൽ എമ്പുരാനാണ് നോർത്ത് അമേരിക്കൻ മാർക്കറ്റിൽ മുന്നിലുള്ളത്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, ടോവിനോ തോമസ് എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി